വീണ്ടും നിങ്ങളോട് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ടാപ്സിനെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉള്ളത് അനാലിസിസ് ഓഫ് ട്രസസ് എന്ന് പറയുന്നൊരു സെഷൻ ഹാൻഡിൽ ചെയ്യാനാണ്. നമ്മൾ ഇതുവരെ പല പല സെഷൻസ് കണ്ടു. സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് മുതൽ കണ്ടിന്യൂസ് ബീംസ് വരെയുള്ളത് നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ട്രസ്സിനെ പറ്റിയുള്ളതാണ്. ട്രസ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു മോഡലാണ്, ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഒരു മോഡലാണ് നമ്മൾ അനാലിസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഒരു മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് 4 സ്പാനുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 4 സ്പാനാണ്. ശരിക്കും നമ്മൾ കാണുമ്പോൾ അതിനകത്ത് 3 സ്പാനായിട്ടാണ് നമുക്ക് തോന്നുക. ഇതിന് ഒരു ഡിസൈഡിങ് ഫാക്ടർ എന്ന് വെച്ചാൽ 35 ഡിഗ്രി എന്നാണ് ഡിസൈൻ ഫാക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ ഇത് 6 മീറ്റർ ഉണ്ട്. 6 മീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ 3 + 3 + 3 3 + 3 ആണ് ഇവിടെ 6 വന്നിരിക്കുന്നത്. ഇവിടെ 3 മീറ്റർ ആണ്. അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടത്തെ മെമ്പറിന്റെ പകുതി മധ്യഭാഗത്താണ് ഈ മെമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ ജോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ ജോമെട്രി. അപ്പോൾ ജോയിന്റ്സിൽ മാത്രമേ ലോഡ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ചില അസംഷൻസ് ഉണ്ട്. നമ്മളൊരു ട്രസ്സിനെ പറ്റി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ട്രസ് എങ്ങനത്തെ മെമ്പർ ആയിരിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഒരു ട്രസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മളൊരു കുറച്ച് ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയുള്ള അനാലിസിസ് ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെമ്പർ എടുക്കുമ്പോൾ മെമ്പറിന്റെ എവിടെ വേണമെങ്കിലും ലോഡ് കൊടുക്കാം. നമുക്ക് ഒരു സാധാരണ ബീമൊക്കെ നമ്മൾ കാണുമ്പോൾ ബീമിന്റെ നമുക്ക് 7 ഭാഗത്ത് വേണമെങ്കിൽ ലോഡ് കൊടുക്കാം. അതുപോലെ മെമ്പേഴ്സിനകത്ത് ജോയിന്റ്സിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ കുറച്ച് അസംഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ കൂടുതൽ സ്പാൻ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ചെറിയൊരു മെമ്പർ കൊണ്ട് നമുക്ക് ഒരു 12 മീറ്റർ സ്പാൻ ഇവിടെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ 6 മീറ്റർ 3 മീറ്റർ + 3 മീറ്റർ 12 മീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് വളരെ വലിയൊരു സ്പാൻ കൂടി കവർ ചെയ്യാൻ സാധ്യതയുള്ള ഇതാണ് ഈ ഇത്തരത്തിലുള്ള ട്രസ്സുകൾ. ഏകദേശം 15 മീറ്ററോ 20 മീറ്ററോ 25 മീറ്ററോ മേ ബി 30-35 മീറ്റർ വരെയൊക്കെയുള്ള സ്പാൻ നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഈ മെമ്പേഴ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കുറച്ച് എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളത് അത്രേ ഉള്ളൂ. പക്ഷെ അത്രയും വളരെ സ്ലിം ആയിട്ടുള്ള ഒരു മെമ്പർ കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു സ്പാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം അത് RCC മെമ്പർ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ വലിയ തിക്കായിട്ടുള്ള ബീംസും കൂടുതൽ കോൺക്രീറ്റും ചെലവാക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റീൽ മെമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ അസംഷൻസ് ആണ്. ഈ ഓരോ ഡിസൈനിൽ ഒരു അസംഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള ചില അസംഷൻസിന്റെ ബേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് 4 തരത്തിലുള്ള അസംഷൻ ഉള്ളത്. ഒന്ന്, ട്രസ്റ്റ് മെമ്പേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ അറ്റ് ദർ എൻഡ്സ് ഓൺലി. എല്ലാ മെമ്പേഴ്സിന്റെ എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ് ഉള്ളത്. പിന്നെ സാധാരണ എൻഡ് ടു എൻഡ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ മധ്യഭാഗത്തുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രസ് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗസറ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു കയറി കണക്ട് ചെയ്യാറൊക്കെ ഉണ്ട് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ. പക്ഷെ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യാറില്ല. നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് എൻഡിലുള്ള ഡിസൈൻ ഇത് തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ കണ്ടീഷൻ കൂടി നമ്മൾ മനസ്സിലാക്കുക. ട്രസ് ആർ കണക്റ്റഡ് ടുഗദർ ബൈ ഫ്രിക്ഷൻലെസ് പിൻസ്. അപ്പോൾ അത് ഫ്രിക്ഷൻലെസ് പിൻസ് എന്ന് പറയുന്നത് പിൻ ജോയിന്റ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പല പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പിൻ ജോയിന്റിനെ പറ്റി. പിൻ ജോയിന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ട്രാൻസ്ഫർ ചെയ്യില്ല. അതാണ് പിൻ ജോയിന്റ് പ്രത്യേകത. നമ്മൾ ഇത് ആക്സിയൽ ലോഡ് മാത്രമായിട്ട് അവശേഷിക്കും. മൊമെന്റ് ഒരിക്കലും ഒരു മെമ്പറിന് മറ്റു മെമ്പറിലേക്ക് മൊമെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പിൻഡാണ്. അപ്പൊ മൊമെന്റ് വരുന്ന സമയത്ത് ആ മെമ്പറിന് ഫ്രീ ആയിട്ട് ടിൽറ്റ് ചെയ്യാനും ടേൺ ചെയ്യാനുമുള്ള ഫ്രീഡം ഉണ്ട് എന്നാണ് അസംഷൻ. സാധാരണ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ സാധാരണ ചേർത്ത് വെൽഡ് ചെയ്തൊക്കെ ചെയ്യാറുള്ളത് റിജിഡ് ജോയിന്റ് ആണ്. ബട്ട് അസംഷൻ ഇസ് ലൈക്ക് ദാറ്റ് ദേ ആർ ഫ്രിക്ഷൻലെസ് പിൻസ്. അപ്പൊ ഫ്രിക്ഷൻ പോലും ഇല്ലാത്ത പിന്നാണ്. അപ്പൊ പിന്നെ നമുക്കവിടെ 1% പോലും മൊമെന്റ് അതിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നു പറയാൻ പറ്റില്ല. പിന്നെ ട്രസ്സസ് ആർ ലോഡഡ് ഓൺലി അറ്റ് ദ ജോയിന്റ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ജോയിന്റ്സ് നമ്മുടെ ഈ പറഞ്ഞ സാമ്പിൾ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാ ട്രസ്സസും ലോഡ് ചെയ്തിരിക്കുന്നത് ജോയിന്റ്സിൽ മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിനെല്ലാം മധ്യഭാഗത്ത് ആരും കൊണ്ട് ലോഡ് ചെയ്തിട്ടില്ല, ഇവിടെയെങ്കിലും ലോഡ് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാം നമ്മൾ ജോയിന്റ്സ് മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. സപ്പോർട്ട് 2 എൻഡിലും സപ്പോർട്ട് ഉണ്ട്, ബാക്കിയുള്ള 2 എൻഡിലും ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇവിടെ പർലിനൊക്കെ വരാം. പക്ഷെ ശരിക്കും തിയററ്റിക്കലി ഡിസൈൻസ് പർലിൻ വരുന്ന പോയിന്റ് നമ്മൾ അത്രയ്ക്കുള്ള ഹാഫ് സ്പാൻഡ് 2 സൈഡിലെ ഹാഫ് സ്പാൻഡ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പോയിന്റ് ആണ് പർലിൻ വരുന്ന പോയിന്റ്. അപ്പോൾ ഈ പർലിൻ വരുമ്പോൾ ആ ഷീറ്റിന്റെ ലോഡും വിൻഡ് ലോഡും ട്രാൻസ്ഫർ ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് അവിടെ ശരിക്കും ഒരു ജോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്.
സാധാരണ ഇതിൽ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. അതല്ലാതെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കേരളത്തിലെ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരടി അകലത്തിൽ നമ്മൾ ഓടിടാനായിട്ടൊക്കെ നമ്മൾ പർലിൻ കൊടുക്കുന്നുണ്ട്. പട്ടിയിൽ എന്ന് പറയും, പട്ടിയിൽ നമുക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ റൂൾസ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നില്ല. ബട്ട് തിയറിറ്റിക്കലി എങ്ങനെയാണ് അസംഷൻ അതാണ്. നമ്മൾ ജോയിൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ലോഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോഡിനെ ഈ രണ്ട് എഡ്ജിലേക്കായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. എങ്കിൽ മാത്രമേ ഈ ഡിസൈൻ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഒരു മെമ്പറും മൊമെന്റ് എടുക്കുന്നില്ല. അതിന്റെ ഇടയ്ക്കുള്ള ഒരു മെമ്പറിനൊന്നും മൊമെന്റ് എടുക്കാൻ സാധ്യതയില്ല. എല്ലാ മെമ്പറുകളും ആക്സിൽ ലോഡ് മാത്രമേ എടുക്കുന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആക്സിൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പറും ടെൻഷൻ മെമ്പർ ഓർ കംപ്രഷൻ മെമ്പർ. നമ്മൾ ഈ കാണുന്ന ഓരോ മെമ്പറുകളും ഒന്നിൽ ടെൻഷൻ മെമ്പർ ആയിരിക്കും, കംപ്രഷൻ മെമ്പർ ആയിരിക്കും. ഈ ഒരു മെമ്പറിനകത്ത് ഇടയ്ക്ക് ഒരു മൊമെന്റ് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. ടെൻഷൻ ഓർ കംപ്രഷൻ, അതാണ് ആക്സിൽ ലോഡ്സ്. ആക്സിൽ ലോഡ്സ് കൂടിയാണ് ഈ ഇതിന്റെ സാധനം. ഈ ട്രസ് നമ്മുടെ അതിന്റെ ലോഡിങ് പാറ്റേണിൽ അത് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നതും അതിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ തങ്ങളിൽ മെമ്പേഴ്സിന്റെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പർ പോസിബിലിറ്റീസ് കൂടിയാണ്. പിന്നെ വെയിറ്റ് ഓഫ് ദി മെമ്പേഴ്സ് മേ ബി നെഗ്ലക്റ്റഡ്. ഇത് അടുത്തൊരു കണ്ടീഷനാണ്. ഒരു മെമ്പറിന്റെ വെയിറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ, സിലബസ് പഠിച്ചിട്ടുണ്ടാവും. ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഒരു ഡിസൈൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ട്രസ് ഡിസൈനിലേക്ക് എൻ്റർ ചെയ്യാനുള്ളത്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞാനത് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഡിസൈനിലേക്ക് കടക്കാം. നമ്മളിതിപ്പോ ഈ ടാബ്സിലേക്ക് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ടാബ്സ് സ്ക്രീൻ നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പുതിയൊരു മോഡലിംഗ് ചെയ്യുന്നു. അപ്പോൾ മോഡൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ മോഡൽസ് കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവരും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരും ദയവ് ചെയ്ത് പഴയ മോഡൽസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, കേൾക്കുക ദയവ് ചെയ്ത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും IS 800 S456 ഒക്കെ നമ്മൾ എടുത്തു. സോ സെലക്ടഡ് ഓൾ ദോസ് തിങ്സ്. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രിഡ്സ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ അറിയാം, നമുക്കിപ്പോൾ അറിയാം 4 ഗ്രിഡാണ് നമ്മളുള്ളത്. ഹൊറിസോണ്ടലിൽ 4 ഗ്രിഡാണുള്ളത്. 4 ഗ്രിഡിന് കൊടുത്തു. Y ഡാഷ് നമുക്ക് ഒറ്റ ഗ്രിഡ് എടുക്കുന്നുള്ളൂ. കാരണം ഒറ്റ ഗ്രിഡ് എടുത്തിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പേസ് ബിറ്റ്വീൻ ദ ഗ്രിഡ്സ് ഈസ് 3 മീറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ മീറ്റർ 3+3+3+3 അങ്ങനെയാണ് 4 × 3 12 മീറ്റേഴ്സ് ടോട്ടൽ സ്പാൻ വരുന്നത്. പിന്നെ ഇവിടെ Y ഡയറക്ഷനിൽ നമുക്ക് ഗ്രിഡ്സ് ഡിസ്റ്റൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നൊന്ന് കൊടുക്കുക, മിനിമം വാല്യൂ കൊടുക്കുക. ഇവിടെ നമ്പർ ഓഫ് സ്റ്റോറീസ് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന്റെ മുകളിലായിരിക്കും. സോ ലെറ്റ് ഇറ്റ് ബി 3 or 4. ഞാനൊരു 2 കൊടുത്തു. കാരണം നമ്മൾ ചെയ്യുന്ന ട്രസ് വർക്ക് അതിന്റെ മുകളിലേക്കായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അതിന് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ ട്രസ് വർക്കിന്റെ ഭാഗം ടോപ്പ് നമ്മൾ ഈ പറയുന്ന സ്റ്റോറീസിനകത്ത് വരുത്തിയും ചെയ്യാൻ പറ്റും. അത് വേറെ മെത്തേഡാണ്. അതും നോക്കാം, സമയം ഉണ്ടെങ്കിൽ അത് നോക്കാം. അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം ഇതിന്റെ മുകളിലാണ് ട്രസ് ഡിസൈൻ ചെയ്യുക. ടിപ്പിക്കൽ സ്റ്റോറി ഹൈറ്റ് 3 മീറ്റേഴ്സ് ഇതെല്ലാം ഡിഫോൾട്ട് കൊടുത്തു. പ്രസ് ഓക്കെ. then I am getting the model. അതിൻ്റെ ഒരു കിട്ടുന്നുണ്ട്, മോഡൽ കിട്ടുന്നുണ്ട്. സോ ഇവിടെ see, this is the model, 3D model. ഇത് പ്ലാൻ ആണ്. I just wanted to have an elevation because this 1 എന്നുള്ളതിലാണ് എലിവേഷൻ കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയും കിട്ടിയപ്പോൾ നമുക്ക് അതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, 3 മീറ്റർ. സോ നമുക്കിവിടെ ഒരു ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. നമ്മൾ ഇപ്പോൾ മൂന്ന് സ്പാൻ എടുത്തിട്ടുള്ളൂ. 4 ഗ്രിഡ് കൊടുത്തപ്പോൾ നമുക്ക് ശരിക്കും 4 ഗ്രിഡ് വേണമായിരുന്നു, 3 × 4. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടിയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതും കൂടി ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മോഡിഫൈ ഗ്രിഡ്സിൽ പോയിട്ട് നമ്മൾ G1 മോഡിഫൈ ഷോ ഗ്രിഡ് സിസ്റ്റം എടുത്ത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ 0 to 3 ഒരു ഗ്രിഡ്, 3 to 6 സെക്കൻഡ് സ്പാൻ. ഗ്രിഡ് 4 ഗ്രിഡ് തന്നെയാണ്, പക്ഷേ സ്പാൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്പാനും കൂടി ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു സ്പാൻ ഉണ്ട്, 2 സ്പാൻ, ടോട്ടൽ 3 സ്പാനേ ഉള്ളൂ. 4 സ്പാൻ വേണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ഗോ അപ് ടു 12 മീറ്റേഴ്സ്. അപ്പോൾ ആ 12 മീറ്റർ വരെ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എൻ്ററിനകത്ത് ഓക്കെ ചേഞ്ച് ആയിട്ടില്ല. സോ എഡിറ്റിൽ ശരിയാകേണ്ടതാണ്. കാരണം എഡിറ്റിൽ ശരിയാകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓക്കെ പ്രസ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. സിസ്റ്റത്തിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. മോഡിഫൈ ഷോ ഗ്രിഡ് സിസ്റ്റം. ഇവിടെ നമുക്ക് ഒരു ഗ്രിഡ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഓക്കെ ഉണ്ട്. ഓക്കെ
ഈ ടാസ്ക് ബാർ ഡിസപ്പയർ ചെയ്യലാണ്. ടാസ്ക് മാനേജർ കൺട്രോൾ മെനു ടാസ്ക് ബാർ സെറ്റിംഗ്സ് automatically hide over. So now let's see. അവിടെ ഓക്കെ കിട്ടി. സോ ഓക്കെ പ്രസ് ചെയ്തു. സോ അപ്പം നമുക്കിവിടെ 4 സ്പാൻസ് അല്ലെങ്കിൽ 5 ഗ്രിഡ് വന്നു. അതാണ് ഡ്രോയിങ്. അപ്പോൾ ഇവിടെ 3 മീറ്റർ 3 മീറ്റർ 3 മീറ്റർ 3 മീറ്റർ. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ടത് ഇവിടെ ട്രസ്സിൻ്റെ ഡിസൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ആ മെമ്പേഴ്സ് നമ്മൾ ഇതാണ് ബീം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബീം കൊടുത്ത് നമ്മൾ ട്രസ്സിൻ്റെ ഡിസൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ട്രസ്സിൻ്റെ ഡിഫോൾട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത് LAT എന്ന് പറയുന്ന ബീമാണ് വരുന്നത്. ഡിഫോൾട്ട് ബീമാണ് ഇതിൻ്റെ. അപ്പോൾ അതിന് ഞാൻ അസ്യൂം ചെയ്യുന്നുണ്ട് അതൊരു ഹെവി ബീമാണ്. അത് പോട്ടെ, നമുക്ക് അതിനെപ്പറ്റി നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് ഏതെങ്കിലും മെമ്പറിലാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അത് വെച്ച് ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഇതിനെ സംബന്ധിച്ചോളം ഈ 2 പോയിന്റിൽ നമുക്ക് ഒറ്റ സ്പാൻ നമ്മളെടുത്ത് ഒരു ബീം കൊടുത്തു. കാരണം ഇതിനിടയ്ക്ക് സപ്പോർട്ട്സ് ഒന്നുമില്ല. നമ്മളിവിടെ സപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും സപ്പോർട്ട്സ് അല്ല, സപ്പോർട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതൊരു ബോട്ടം പീസാണ്. ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ബോട്ടം നമ്പർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ടാണ് എനിക്കുള്ളത്. ഇവിടെ എനിക്ക് സപ്പോർട്ടില്ല. ആ സപ്പോർട്ട് വേണം എനിക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് കോളായിട്ടത് കൊടുക്കാം. ഫ്രം ഇയർ ടു ഇയർ ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ടാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 35 ഡിഗ്രിയിൽ നമുക്കൊരു ചരിഞ്ഞ ഒരു ലൈൻ വരയ്ക്കണം. ചരിഞ്ഞ ലൈൻ വരയ്ക്കാനും കൂടി നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അതുപോലെ 35 ഡിഗ്രി എന്ന് പറഞ്ഞത് തന്നെ 35 180 എന്ന് ഇത് കുറച്ചിട്ട് ഉള്ള ബാക്കി ഡിഗ്രിയിൽ 2 നമ്മൾ മെമ്പർ വെച്ചാൽ മെമ്പർ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ മെമ്പർ വരച്ചു. മെമ്പർ വരച്ചതിന് ശേഷം ഇവിടെ ഡ്രോയിങ് കൺട്രോൾ ടൈപ്പ് കൊടുത്തു. അപ്പോൾ അവിടെ അത് കൊടുക്കുമ്പോൾ അതിന് നമുക്ക് അതിൻ്റെ സബ് ഓപ്ഷൻസ് നോക്കുമ്പോൾ ലെങ്ത് ആൻഡ് ആർക്ക്, ഫിക്സഡ് ലെങ്ത് ആൻഡ് ആർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ലെങ്ത് എത്ര വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമുക്കറിയാം ഇവിടെ തൊട്ട് ഇവിടെ വരെ മിഡിൽ വരെ 6 മീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഡയഗണൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു 8 മീറ്റേഴ്സ് ഒക്കെ വരും. നമ്മൾ 10 മീറ്റേഴ്സ് കൊടുത്തു. റഫ്ലി 10. The angle is 35. Here it is 35. എന്നിട്ട് ഞാനിവിടെ കൊടുക്കുമ്പോൾ എനിക്ക് ആ മെമ്പർ അവിടെ ഓൾറെഡി 10 മീറ്റർ ഡിസ്റ്റൻസിൽ 35 ഡിഗ്രിയിലെ മെമ്പർ അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തു. അടുത്ത് ഇവിടെ നിന്ന് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 10,000 ആണ്. പക്ഷേ ആംഗിൾ ഈസ് നോട്ട് 35. ആംഗിൾ 35 എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇങ്ങനെ പോകുള്ളൂ. തിരിച്ച് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 180 മൈനസ് 35 കൊടുക്കണം. 180 മൈനസ് 35 is equal to 145. Is it? 145, 150 plus 180, correct. 145 കൊടുത്തു. ഞാൻ എന്നിട്ട് ആ മെമ്പർ ഇവിടെ വരച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ 35 ഡിഗ്രി ഇൻക്ലൂഡഡ് ഇൻസൈഡ് ആംഗിൾ വരത്തക്കരയിൽ 10 മീറ്റേഴ്സിൻ്റെ സ്പാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ നമുക്ക് ഈ പോയിന്റ് ഫിക്സ് ചെയ്യാം. അതല്ല നമുക്ക് ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാവുന്ന സിറ്റുവേഷൻ ആണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ 35 ഡിഗ്രിയാണ്. 30 ഡിഗ്രി ആണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ടാൻ വെച്ച് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വെച്ച് ടാൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഞാനത് ഒരു ഈ മെത്തേഡിനെ അഡോപ്റ്റ് ചെയ്തു, ഗ്രാഫിക്കൽ മെത്തേഡിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ നമ്മൾ ഈ പറയുന്നതിന് കുറച്ചുകൂടെ താഴ്ത്തി. സപ്പോസ് ഇപ്പോൾ എനിക്ക് ഒരു ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നിട്ടുണ്ട്, ഒരു 5 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്പാൻ എനിക്ക് 5 മീറ്റർ എടുത്താൽ മതി. ഇതിന്റെ ഹൈറ്റ്, രണ്ടാമത്തെ സ്റ്റോറി ഹൈറ്റ് 5 മീറ്റർ എടുത്തിട്ട് ആ 5 മീറ്ററിന്റെ സെൻട്രൽ പോയിന്റിൽ കൊണ്ട് ഇങ്ങനെ എനിക്ക് ഇൻക്ലൈൻ ലൈൻ വരച്ച് എനിക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിപ്പോൾ ഇതിനെ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാനത്ത് നമുക്ക് ജോയിൻ ചെയ്യണം. പിന്നെ ഇതിന്റെ ആവശ്യമില്ലാത്ത ഈ ഒരു പോയിന്റ് നമുക്ക് എടുത്ത് മാറ്റണം. 2 കാര്യങ്ങൾ നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെലക്ഷൻ മോഡലിൽ പോയിട്ട് ചെറിയൊരു എഡിറ്റിംഗ് കമാൻഡ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 2 മെമ്പേഴ്സ് എടുത്തുകൊണ്ട് നമ്മൾ എഡിറ്റ് കൊടുത്തിട്ട്, എഡിറ്റിലാണ് വരുന്നത്, എഡിറ്റിൽ മെമ്പേഴ്സ് എടുത്താൽ മാത്രമേ
എഡിറ്റിൽ ഫ്രെയിംസിലാണ് ആ മെമ്പർ ഇടുന്നത്. ബിക്കോസ് വി ആർ നൗ എഡിറ്റിംഗ് ദ ഫ്രെയിംസ്. ഓർക്കണം, എഡിറ്റ് ഫ്രെയിംസിൽ വന്നിട്ട് ഡിവൈഡ് ഫ്രെയിംസിലേക്ക് പോകാം. ഡിവൈഡ് ഫ്രെയിം ആണ്, ഫ്രെയിം ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ദി ഇന്റർസെക്ഷൻ അറ്റ് സെലക്ടഡ് ഫ്രെയിം ആൻഡ് ജോയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണോ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ എഡിറ്റിൽ പോയി, എഡിറ്റിൽ നിന്ന് എഡിറ്റ് ഫ്രെയിംസ് വന്നു. എഡിറ്റ് ഫ്രെയിംസിൽ ഡിവൈഡ് ഫ്രെയിംസ് എടുത്തു. ഡിവൈഡ് ഫ്രെയിംസ് എടുക്കുമ്പോഴത്തേക്ക് ബ്രേക്ക് ഇന്റർസെക്ഷൻ, ബ്രേക്ക് അറ്റ് ഇന്റർസെക്ഷൻ, അതാണ് നമ്മൾ ഇന്റർസെക്ഷനിൽ ബ്രേക്ക് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഈ മെമ്പർ അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. ഇവിടെ ജോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ നേരത്തെ ജോയിന്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അതുപോലെ ഉണ്ട്, ഇതെല്ലാം ഇങ്ങനെ പീസ് ആയിട്ട് മാറി. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 2 പീസ് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. ഇതിന്റെ ആവശ്യമില്ല, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പോയിട്ട് എഡിറ്റ് പോയിട്ട് ഡിലീറ്റ് ചെയ്യും. സോ ഐ ഗോട്ട് ദിസ് മെമ്പർ പെർഫെക്റ്റ്. ഇനി എന്നെ സംബന്ധിച്ചുള്ള അടുത്ത കാര്യങ്ങൾ എന്താ വേണ്ടത്? എന്നെ സംബന്ധിച്ചോളം ഇവിടെ നിന്നുണ്ട് ഇതിന്റെ മിഡ് പോയിന്റ് നിന്ന് ഇതിലേക്ക് ഒരു മെമ്പർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അറിയാം. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ അത്യാവശ്യം വേണ്ട കാര്യം. മിഡ് പോയിന്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മെമ്പർ സെലക്ട് ചെയ്യുന്നു. മെമ്പർ സെലക്ട് ശേഷം ഇതേ കമന്റ് എഡിറ്റ് ചെയ്യലാണ് ചെയ്തത്. സെയിം കമന്റ് തന്നെയാണ്. എഡിറ്റ് ഫ്രെയിംസ്, ഡിവൈഡ് ഫ്രെയിംസിൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. 2 എന്ന് പറയുന്ന ഡിവൈഡ് ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു. ആ ഓപ്ഷൻ നമ്മൾ എടുത്തു, അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഈ മെമ്പർ എനിക്ക് 2 ഈക്വൽ പാർട്ടായിട്ട് വന്നു. ഇതിനിടയ്ക്ക് ഒരു ജോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ആ ജോയിന്റും ഇവിടെ എനിക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ മെമ്പർ ഇങ്ങനെ വരച്ച് ചേർക്കാൻ സാധിക്കും. അപ്പൊ ആ ഡ്രസ്സിന്റെ ഒരു പൂർണ്ണ രൂപമാകും. അപ്പൊ അതിന് മുന്നേ ഞാൻ ഈ മെമ്പർ കൂടി ഡിവൈഡ് ചെയ്തോട്ടെ. edit frames, divide by 2. Apply. Okay. So this also been divided into 2 pieces. This is also divided into 2 pieces. So it's very easy. Sorry, ഇവിടെ നമ്മൾ പിന്നെ ഒരു ഡിവൈഡ് സെലക്ഷൻ കടന്നുകൊണ്ടാണ് അത് ഇവിടെ ഡിലീറ്റ് ആയത്. ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതെങ്ങനെ നോക്കാം. ഇവിടെ ഒരു മെമ്പർ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടും കൂടി സെയിം എഡിറ്റ് കമാൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യണം. ജോയിൻ ഫ്രെയിംസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യണം. ഈ ഒറ്റ ഫ്രെയിംസ് വന്നു. നമുക്ക് ഏതെങ്കിലും ഫ്രെയിം നമ്മൾ കമന്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറിയാത്ത ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും. നമ്മൾ നേരത്തെ ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് സെലക്റ്റഡ് ആയിരുന്നു. അങ്ങനെ അതും കൂടി ഡിവൈഡ് ആയി പോയതാണ് നേരത്തെ നമുക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തു. സോ നമുക്കിപ്പോൾ ആകെ മെമ്പർ 1, 2, 3, 4. അപ്പൊ ഇതിനിടയ്ക്ക് ലോഡ്സ് ഇല്ല. ഇതെല്ലാം മെമ്പറായിട്ട് മാറി. ഒരു പീസ് ആണെങ്കിൽ ഇതൊരു മെമ്പറായിട്ട് മാറി. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മെമ്പേഴ്സ് ആണ്. ഇനിയിപ്പോ എന്ത് ഇതിനെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇവിടുന്ന് ഇവിടെ കണക്ട് ചെയ്യുന്നു. പിന്നെ തിരിച്ച് ഈ ഒരു ജോയിനിലേക്ക് കണക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, സെയിം തിങ് ഇവിടെ നിന്ന് തന്നെ വരുന്നു. ഇവിടെ വന്ന് ഇത് കണക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, അവിടെ കണക്ട് ചെയ്യുന്നു. സോ മൈ ഡ്രസ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന്റെ ഈ 3D തൽക്കാലത്തേക്ക് ഞാൻ ഒഴിവാക്കുന്നു. ഇത് കുറച്ചുകൂടി കാണാനായിട്ട് ക്ലിയറായിട്ട് കൊണ്ട് 3D ഒഴിവാക്കി. അപ്പൊ ഇത് നമ്മുടെ ഒറിജിനൽ ഡ്രോയിങ് ആയിട്ട് മാച്ചിങ് ആണോ നോക്കാം. ഒന്നുകൂടെ നോക്കാം. ടാസ്ക് ബാർ അവിടെ പോയി ടാസ്ക് ബാർ കാണുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇവിടെ നമുക്ക് ഇവിടെ 3 kN, 4 km, 6 kN. അത് തന്നെ സിമെട്രിക്കൽ ആണ്. 3, 4, 6. പിന്നെ ഇവിടെ ഒരു 4 km ഒരു ലോഡ് അഡീഷണൽ ആയിട്ടുണ്ട്. അത് മാത്രമാണ് ഇന്നത്തെ ലോഡിംഗ് പാറ്റേൺ ഉള്ളത്. 3, 4, 6 അത് നമുക്ക് ലോഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ 3 വരുന്ന ഭാഗങ്ങൾ സെലക്ട് ചെയ്യും. രണ്ടിടത്താണ് 3 വരുന്നത്. 3 ഇവിടെ രണ്ടിടത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ 2 ജോയിൻ സെലക്ട് ചെയ്യുന്ന ശേഷം അസൈൻ ജോയിൻ ലോഡ്സ് ആൻഡ് ഫോഴ്സ് കൊടുക്കുന്നു. -z ഡയറക്ഷനിൽ നമുക്ക് 3 kN. ഓക്കെ, ഈ ജോയിന്റിലും സെലക്ട് ചെയ്തു. അസൈൻ ജോയിൻ ലോഡ് ഫോഴ്സ്, അതിൽ നമ്മൾ -3 കൊടുത്ത് അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. ഇനി ഈ ജോയിന്റും ഞാൻ എടുത്തു. 2 ജോയിന്റ് സെലക്ട് ചെയ്തു. ഇവിടെ എല്ലാം 3, 4, 6 ആണ്. 4 ആണ് kN ഇവിടെ വരുന്ന ലോഡ്. അസൈൻ
ജോയിൻ ലോഡ്സ് ഫോഴ്സ് ഇവിടെ നമുക്ക് 3 എന്നുള്ളത് 4 ആയിട്ട് മാറും. -4 കിലോന്യൂട്ടൺ അപ്ലൈ. ഓക്കെ, -4 കിലോന്യൂട്ടൺ അപ്ലൈ ചെയ്തു. ഈ സെൻട്രൽ പോയിന്റിൽ വരുമ്പോൾ അവിടെ നമുക്ക് വരുന്നത് 6 കിലോന്യൂട്ടൺ ആണ്. അസൈൻ ജോയിൻ ലോഡ്സ് ഫോഴ്സ് 6. ഇത് ആക്ച്വലി ഇത് നമുക്ക് ജോയിൻസിന് മാത്രമേ ലോഡ് കൊടുക്കാൻ പറ്റൂടെ ഈ ട്രസിന്റെ തിയറി അനുസരിച്ച്, അസംഷൻ അനുസരിച്ചിട്ട്. പിന്നെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ലോഡ് വരുന്നുണ്ട്. എത്രയാണ് ലോഡ്? 4 കിലോന്യൂട്ടൺ ആണ് വരുന്നത് അടുത്ത ലോഡ്. അസൈൻ ജോയിൻ ലോഡ് ഫോഴ്സ് -4. ഇത് നമുക്ക് ആക്ച്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾ മാർബിൾ കടകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പുകളോ കണ്ടിട്ടുണ്ടോ? അവിടെ ഇതിനകത്തൊരു ഗാൻട്രി ഒരു ബീം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാം. അതിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ് ചെയ്തതിനകത്ത് ഒരു ബീമായിരിക്കും. ബീമിനകത്ത് ഒരു പുള്ളി ഉണ്ടാവും. ആ പുള്ളിയിൽ ചെയിൻ പുള്ളിയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു വെയിറ്റ് അല്ലെങ്കിൽ വിഞ്ച് വെച്ചൊരു വെയിറ്റ് ഹുക്ക് ചെയ്തിട്ട് ഈ ബീമിലൂടെ അത് മൂവ് ചെയ്തിട്ട് ഈ ബീം നമ്മളിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്ത് വേറെ ലൊക്കേഷനിലേക്ക് എക്സും വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഞാൻ ടിപ്പിക്കലി ഇങ്ങനെ ഒരു കേസിൽ ഇവിടെ ലോഡ് 4 കിലോന്യൂട്ടൺസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും റെഡി ഫോർ ദ അനാലിസിസ്. നമുക്ക് അതിന്റെ അനാലിസിസ് പാർട്ട് നോക്കാം. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു ജോയിൻസ് തൽക്കാലത്തേക്ക് ഇവിടെ നമുക്ക് ഫ്രീ ജോയിന്റാണ് വരുന്നത്. അപ്പൊ ഞാൻ അത് നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ മെമ്പർ തൽക്കാലം ഡിലീറ്റ് ചെയ്യും. നമുക്ക് അനാലിസിസ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് അറിയാം ഒരു സ്ഥലത്ത് ഇതൊരു സ്റ്റീൽ മെമ്പർ ആയതുകൊണ്ട് ഒരിടത്ത് വരുന്ന ജോയിന്റ് അസൈൻ ജോയിന്റ് റിസ്ട്രെയിൻഡ് എപ്പോഴും പിൻഡും ഈ ടൈപ്പ് പിൻഡും മറിച്ചായിട്ട് റോളറുമാണ് സാധനം വരുന്നത്. കാരണം സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ റോൾ ചെയ്യാൻ എക്സ്പാൻഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ കൊടുക്കണം. അല്ലെങ്കിൽ അത് ഇന്റേണൽ ഈ എക്സ്പാൻഡ് ചൂട് കൊണ്ടിട്ട് അത് ഇന്റേണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഇത് രണ്ടിടയ്ക്ക് ഈ മെമ്പറിനിടയ്ക്ക് ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അത് അഡീഷണൽ ഇതിനെ ബെൻഡ് ചെയ്യാനും അതിനെ ഡാമേജ് ചെയ്യാനും സഹായിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്ഥലങ്ങളിൽ രണ്ട് വെർട്ടിക്കൽ ലോഡ് അല്ലാതെ വെർട്ടിക്കൽ ലോഡാണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ ഒരു പിൻ ചെയ്ത് കാരണം അത് അധികം തെന്നിപ്പോയി. രണ്ട് സൈഡ് റോളർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ റോളർ പിന്ന് കൊടുത്തിട്ട് ഇവിടെ റോളർ കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ സാധനം ഫ്രീ ആയിട്ട് ഈ സൈഡിലേക്ക് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും ചൂട് വരുമ്പോഴത്തേക്ക്. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലോഡ് എന്ന് വെച്ചാൽ റിസ്ട്രെയിൻഡ് റോളർ. റോളർ എന്ന് വെച്ചാൽ ഇസഡ് ആക്സിൽ മാത്രമേ അതിന് ലോഡ് വരുന്നുള്ളൂ. മറ്റേ എക്സും വൈയിലും എത്ര വേണമെങ്കിലും മൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ പ്രത്യേകത. അത് അപ്ലൈ ചെയ്തു. ഇതാണ് എത്രയുണ്ട് നമുക്ക് ഇതിന്റെ ട്രസിന്റെ ഡിസൈനിന്റെ പ്രത്യേകത. അപ്പൊ നമ്മളിവിടെ പില്ലറാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ സംവിധാനം കൊടുക്കാറുണ്ട്. ഇപ്പൊ റോഡുകളിലൊക്കെ നമ്മൾ സ്പാൻ കൊടുക്കുമ്പോഴത്തെ റോളേഴ്സ് കൊടുക്കുന്ന പോലെ തന്നെ അതുപോലെ എക്സ്പാൻഷൻ എക്സ്റ്റീരിയർ ആയിട്ട് വരുമ്പോൾ അതിന് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പ്രൊവിഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിലും കഴിഞ്ഞ് നമുക്ക് ലോഡിങ് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിന്റെ അനാലിസിസ് പാർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വിൻഡോ വരാറുണ്ട്, വിൻഡ് ലോഡ് ഒക്കെ ഇടാറുണ്ട്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എക്സ് ഡാഷനിലൊക്കെ വിൻഡ് ലോഡ് ഇടാറുണ്ട്. അതങ്ങനെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അസൈൻ കൊടുക്കുക. സപ്പോസ് എനിക്ക് ഈ ഡാഷനാണ്, ഞാനിപ്പോൾ ഇതിനകത്ത് വിൻഡ് ലോഡ് കൊടുക്കുന്നില്ല. ഞാനത് ഇത്രയും പോർഷൻ ടോപ്പിൽ വിൻഡ് വരില്ല, ഈ ഒരു പോർഷനായിരിക്കും വിൻഡ് വരിക. ഇവിടെയും വിൻഡ് അധികം വരില്ല. അപ്പൊ ഈ ഒരു പോർഷൻ വിൻഡ് വരുന്ന ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വിൻഡ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അസൈൻ ജോയിൻ ലോഡ് ഫോഴ്സ് തന്നെ കൊടുക്കും. ഈ ഡയറക്ഷനിൽ നമുക്കറിയാം ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങനെ നോക്കാം. ഇതാണ് ഇവിടുത്തെ ഡയറക്ഷൻ വരുന്നത്. അപ്പം എക്സ് ഡയറക്ഷനാണ്. അപ്പം -X ഡയറക്ഷനിലാണ് ഇവിടെ എന്റെ ലോഡ് വരാൻ സാധ്യതയുള്ളൂ. കാരണം -X ഡയറക്ഷനിൽ ഇവിടെ ഇങ്ങനെ ലോഡ് വരാം. അപ്പൊ അതാണ് വിൻഡ് ലോഡ് വരുന്നത്. അപ്പൊ അസൈൻ ജോയിൻ ലോഡ് ഫോഴ്സ് ഇപ്പൊ -X നമ്മൾ -5 കിലോന്യൂട്ടൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വിൻഡ് ലോഡായി ഇങ്ങനെ കൊടുക്കുക. സോ ദിസ് ഈസ് അപ്ലൈഡ് ആസ് എ വിൻഡ് ലോഡ്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന വിൻഡ് ലോഡ് നമുക്ക് വേറെ ഒരു സൈഡിൽ വരും. അപ്പോൾ ഇതിന്റെ അനാലിസിസ് ഒരേ സമയം എടുത്ത് ഏതെങ്കിലും ഒരു സൈഡിലെ വിൻഡ് ലോഡ് എടുത്താണ് അനാലിസിസ് ചെയ്യേണ്ടത്. കാരണം രണ്ട് സൈഡിൽ ഈക്വൽ ആയിട്ട് വിൻഡ് ലോഡ് വരുമ്പോൾ അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡ് ലോഡ് വെച്ച് അനലൈസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പുറത്തെ വിൻഡ് ലോഡ് വെച്ച് അനലൈസ് ചെയ്യാം. സപ്പോസ് ഈ വിൻഡ് ലോഡ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം, കുഴപ്പമില്ല. ഈ സൈഡിൽ നിന്നാണ് ഒരു സൈഡിൽ എടുക്കുമ്പോൾ അത് നമുക്ക് സിമെട്രിക്കലായിട്ട് മറു സൈഡിൽ ഉപയോഗിക്കാം. ആ ഡിസൈൻ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ലോഡിംഗ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ആ മെമ്പേഴ്സിനെ ചെയ്യാനായിട്ട് സഹായിക്കും. ശരിക്കും തിയററ്റിക്കലി ചെയ്യുമ്പോൾ ഈ ഒരു മെമ്പർ ഇവിടെ ഇല്ലാണ്ട് ഇവിടെ ഇത് വെച്ച് 5 വെച്ച് ചെയ്യുക, ഇവിടെ 0 വെച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ 5 വെച്ച് ചെയ്യുക, ഇവിടെ 0 വെച്ച് ചെയ്യുക. അങ്ങനെയാണ് സാധനം വേണ്ടത്. അതാണ് എക്സ്ട്രീം കേസസ് നമ്മൾ ചെയ്യുന്നത്. പോട്ടെ. അപ്പൊ ഇതിനിപ്പോൾ അനാലിസിസ് നമുക്ക് അത് ചെക്ക് മോഡൽസിലേക്ക് പോകുന്നു. നമ്മളെല്ലാ മെമ്പേഴ്സ് സെലക്ട് ആൾ എല്ലാത്തരം പാരാമീറ്റേഴ്സ് എടുത്ത് ചെക്ക് ചെയ്യാൻ കൊടുത്തു. The model has been checked and no warnings messages were generated എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഹാപ്പി ആയി.
നമ്മുടെ മോഡലിൻ്റെ കാര്യത്തിൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ലോഡിംഗ് പാറ്റേണും ബാക്കി മോഡൽസ് എല്ലാം ജോമെട്രീസ് ഓക്കെ എന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറയുന്നത് ഈ ഇവിടെ ക്ലിക്ക് ചെയ്യാം, റൺ അനാലിസിസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അനാലിസിസിൽ പോയിട്ട് റൺ അനാലിസിസ് ഇവിടെയും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ മെമ്പർ ഇതിൽ സ്റ്റാർട്ട് ആവാൻ മുമ്പ് നമുക്ക് ഇത് ചെയ്യണം, നമുക്ക് ഇതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഞാൻ ട്രസ് എന്ന് പറഞ്ഞിട്ടൊരു മെമ്പർ ട്രസ് 01 എന്ന് പറഞ്ഞൊരു മെമ്പറിൽ ഒരു ഫയൽ നെയിമിലേക്ക് സേവ് ചെയ്യും. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു ഇതാണ് ഡിഫോംഡ് സ്റ്റേറ്റ്. ഇതാണ് ഈ ട്രസ്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഈ പോയിന്റ് മാറിയിട്ടില്ല. അതേസമയം ഈ ഒരു പോയിന്റ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് കുറച്ച് ഡിഫോംഡ് ആണ്. ഇത് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഇവിടെ ലോഡ് ചെയ്യുന്ന പാറ്റേൺ വന്നപ്പോൾ ഇതിങ്ങനെ തള്ളിപ്പോയതാണ്. അപ്പോൾ ആ റോളറിന്റെ എഫക്റ്റ് ആണ് ഇവിടെ കണ്ടത്. അതല്ലെങ്കിൽ ഇവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ അതിനുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ് വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ് വരുന്നത്. ഇതാണ് ട്രസിന്റെ ഡിഫോംഡ് മൂവ്മെന്റ്. ലോഡിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലോഡ് ഇല്ലാതിരിക്കുമ്പോൾ നേരെ അങ്ങോട്ട് പോകും, ലോഡ് വരുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഇതിന്റെ ഈ രണ്ട് സൈഡിലെയും ലോഡാണ് അറിയേണ്ടത്. വെർട്ടിക്കൽ ലോഡ്സ് നമുക്കറിയാം അറിയേണ്ടത്. അപ്പോൾ ഞാൻ അതിന്റെ റിയാക്ഷൻസിലേക്ക് പോയി. സോ ഇതാണ് റിയാക്ഷൻ. ഡിസ്പ്ലേ സപ്പോർട്ട് ഓർ സ്പ്രിംഗ് റിയാക്ഷൻസ് കൊടുക്കാൻ ചോദിച്ചു. ഇസഡ് ഡയറക്ഷനിൽ FZ ഡയറക്ഷനിലാണ് എനിക്ക് വേണ്ടത്. അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് 39.35 എന്ന് പറയുന്ന ഒരു ലോഡാണ് ഇവിടെ വരുന്നത്. 32.2 എന്ന് പറയുന്ന ലോഡ് ഇവിടെയും വരും. അതാണ് എൻ്റെ റിയാക്ഷൻസ് വരുന്നത്. വെർട്ടിക്കൽ റിയാക്ഷൻസ്, രണ്ട് സപ്പോർട്ടുള്ള റിയാക്ഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുട്ടിംഗോ കോളമോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ലോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുട്ടിങ്ങിലേക്ക് ഈ ലോഡ് 32 kN ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഇത് വിൻഡ് ലോഡും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്. വിൻഡ് ലോഡ് ഏകദേശം മധ്യഭാഗത്തായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് അതിന്റെ മൊമെന്റ്സ് നോക്കാം. മൊമെന്റ്സ് നമ്മൾ സാധാരണ എല്ലാവരും മരീഡ് അയക്കുന്ന മൊമെന്റിലാണ് നോക്കാം. മൊമെന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതെല്ലാം മൊമെന്റ് എടുക്കുന്നുണ്ട്. ഈ മെമ്പേഴ്സ് എല്ലാം മൊമെന്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിയറി തെറ്റാണ്. ഈ മെമ്പേഴ്സ് ആക്ച്വലി മൊമെന്റ് എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ് നമ്മൾ ശരിയല്ല എന്നർത്ഥം. കാരണം നമ്മുടെ അസംഷനിൽ പറഞ്ഞിരിക്കുന്നതാണ് ഒരു മെമ്പറും മൊമെന്റ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ജോയിന്റ് ടു ജോയിന്റ് മൊമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ ഇതിനെ അൺലോക്ക് ചെയ്തിട്ട് ഈ ജോയിൻസ് നമ്മൾ വിടുകയാണ്. ജോയിൻസ് ഫ്രീ ആക്കണം. ആ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു നോക്കാം. സോ ഞാനിതിനെ മെമ്പറിനെ അൺലോക്ക് ചെയ്തു. സോ അൺലോക്ക് ചെയ്തു, മെമ്പർ ഫ്രീ ആയി. പക്ഷെ ലോഡെല്ലാം ഉണ്ട്. നമുക്ക് നോക്കാം. ഡിസ്പ്ലേ ലോഡ് ജോയിൻ ലോഡ്സ് എല്ലാ ലോഡ്സും ഉണ്ട്. ലോഡ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. 1 2 3 4 5 വിൻ ലോഡ് ഉൾപ്പെടെ എല്ലാ ലോഡും ഉണ്ട്. ഒരു ലോഡും പോയിട്ടില്ല. ബാക്കിയുള്ള എല്ലാം വ്യത്യാസമൊന്നുമില്ല. ഒൺലി തിങ് ഈസ് നമുക്ക് ഈ ഒരു ജോയിൻസിന് ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ അതിനെ ഡിസ്കണക്ട് ചെയ്യണമെന്നില്ല. നമുക്കൊരു ഓപ്ഷൻ ഉള്ളത് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് റിലീസ് പാർഷ്യൽ ഫിക്സിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയിട്ട് ഇതിനെ നമ്മൾ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ കമന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് അസൈനാണ്. ആക്ച്വലി ഇത് അസൈനാണ്. നമ്മൾ ഓരോ ജോയിന്റിലും ഓരോ മെമ്പറുകൾ എടുത്തിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ്. ഞാൻ മെമ്പർ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തിട്ട് പിന്നെ ഞാൻ അത് എടുത്തിട്ട് ഒന്നുകൂടെ കാണിക്കാം. ആദ്യം അസൈൻ ഫ്രെയിമിനാണ് നമുക്ക് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എല്ലാ ഫ്രെയിംസും നമുക്ക് ഫ്രീ ആകാം, റിലീസ് ചെയ്യണം. ഫ്രെയിമിന്റെ മൊമെന്റ് റിലീസ് ചെയ്യണം. അതിനുവേണ്ടി റിലീസ് പാർഷ്യൽ ഫിക്സിറ്റി, റിലീസസ് ഓർ പാർഷ്യൽ ഫിക്സിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ നമ്മൾ ഈ മൊമെന്റും ടോർഷനും നമ്മൾ ക്ലിക്ക് ചെയ്യത്തില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ചെയ്യുമ്പോൾ അതിന് നമുക്ക് അങ്ങനെയാണ് നമ്മളിതിനെ റിലീസ് ചെയ്യുന്നത്. സ്ട്രെസ്സിന് ഈ ഒരു മൊമെന്റ് മറ്റൊരു മൊമെന്റിലേക്ക് റിലീസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. ഞാൻ ഇനി എല്ലാ മെമ്പേഴ്സ് എടുത്തു. 1 2 3 4 5 6 7 8 9 10 മെമ്പേഴ്സ് എടുത്തു. എല്ലാ മെമ്പേഴ്സും ആയല്ലോ, എടുത്തു. ഇനി ഞാൻ ഇതേ കമാൻഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അസൈൻ ഫ്രെയിമിനാണ് അത് അസൈൻ ചെയ്യേണ്ടത്. അന്ന് ഓർത്തോണം എവിടെയാണത് ഏത് മെമ്പർ ആപ്ലിക്കബിൾ ആണെന്ന് അനുസരിച്ചിരിക്കും.
പിന്നെ റിലീസ് പാർഷ്യൽ ഫിക്സഡ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എങ്ങനെ റിലീസ് ഇല്ല, എല്ലാം ഉണ്ടെന്ന് അർത്ഥം ഇപ്പൊ കാണുന്നത്. എന്ന് വെച്ചാൽ റിലീസ് സ്റ്റാർട്ട് എൻഡ് ഒന്നും ഇല്ലാതെയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പൊ മീൻസ് റിലീസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ റിലീസ്, ഇത് നമുക്ക് റിലീസാണ്. ഇവിടെ നമുക്ക് മൊമെന്റ് രണ്ട് T2 മൊമെന്റും ടോർഷനും നമ്മൾ റിലീസ് ചെയ്യും. ഇതൊന്നും ഒട്ടും ഉണ്ടാവില്ല. കിലോമീറ്റർ റേഡിയസ് എല്ലാം റിലീസ് ചെയ്തു. പക്ഷെ നമുക്ക് ഷിയർ ഫോഴ്സ് ഉണ്ട്, ഷിയർ ഉണ്ട്, ആക്സിയൽ ലോഡ് ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇത് നമുക്ക് റിലീസ് ടോർഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടോർഷൻ ഒഴിവാക്കിയിട്ട് മൊമെന്റ് മാത്രം ഒഴിവാക്കണം. അപ്ലൈ ടോർഷൻ ഒരിട്ടില്ലായിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ഇവിടെ എല്ലാം ഓരോ ഡോട്ട്സ് വന്നു. ഒരു മെമ്പറിൽ നമുക്ക് 2 ഡോട്ട്സ് വരണമെങ്കിൽ മാത്രമേ നമുക്കത് ക്ലിയർ ആകത്തുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒറ്റ മെമ്പറാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇവിടെ 2 ഇടത്ത് മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിനിടയ്ക്കുള്ള റിലീസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മെമ്പറിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. എഡിറ്റ്, ഡിലീറ്റ്. എന്നിട്ട് ഞാൻ ഒരു മെമ്പർ വരയ്ക്കുന്നു. ഇതിലൂടെ വരച്ചു. കാരണം അതിന് ജോയിന്റ് ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. വരച്ചു, പിന്നെ ഒരെണ്ണം കൂടി ഞാൻ വരച്ചു. എന്നിട്ട് ഈ 3 മെമ്പേഴ്സും കൂടി സെപ്പറേറ്റ് സെലക്ട് ചെയ്തു. 1, 2, 3. ഇനി അവിടെ നമ്മൾ അസൈൻ ഫ്രെയിം റിലീസ് പാർഷ്യൽ ഫിക്സഡ് അപ്ലൈ. ഇതേ സാധനം അപ്ലൈ. അപ്പോൾ എനിക്ക് ഈ എല്ലാ മെമ്പേഴ്സിനെയും അതിനിടയ്ക്ക് 2 ഡോട്ട്സിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഫ്രീ ആണെന്നർത്ഥം. ഈ 2 ഡോട്ട്സ് വന്നു കഴിഞ്ഞാൽ ആ മെമ്പർ മൊമെന്റ് ഫ്രീ ആണ്. ഇവിടെ മൊമെന്റ് എടുക്കുന്നില്ല. അപ്പോൾ ഓരോ മെമ്പറും നോക്കുക. ആ മെമ്പറിന്റെ 2 എൻഡിലും 2 കുത്തുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അറ്റാച്ച്മെന്റ്സ് ആ കുത്തുകൾ ഓരോന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന അർത്ഥം. മൊമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നർത്ഥം. അതാണ് ഇതാണ് ഒരു പിൻഡ് ജോയിന്റ് പോലെ വരുന്നതിന്റെ അർത്ഥം. അവിടെ ഒരു പിൻ ജോയിന്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ മെമ്പേഴ്സിന്റെ ഇടയ്ക്കെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു പിൻ ജോയിന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നൊന്ന് അനലൈസ്. അപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് മൊമെന്റ് ഫോം ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നോക്കാം. സി again analysis, check model, check all, select all, say member is okay, perfect. Now you do the analysis. Animation ഒക്കെ സെയിം ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ, വ്യത്യാസം ഉണ്ടാവില്ല. സ്റ്റോപ്പ് ചെയ്തു. നേരത്തെ പോലെ കണ്ടതുപോലെ നമ്മൾ അതിന്റെ ലോഡ്സ് നോക്കി, ഇസഡ് ലോഡ് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാം 31.95ഉം 32.2 സെയിം ആണ് നേരത്തെ. എല്ലാം വ്യത്യാസം വന്നിട്ടില്ല. ഇനി മൊമെന്റ് നോക്കുന്നു. അതാണ് പ്രധാനം. മൊമെന്റ് നോക്കിയിട്ട് ഞാൻ മൊമെന്റ് എത്രയാണ് മാക്സിമം വരുന്ന മൊമെന്റ്, അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും മൊമെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. മൊമെന്റ് 2 എത്രയും നോക്കാം. പക്ഷെ ഇന്റേണൽ ആയിട്ടുള്ള ചെറിയൊരു മൊമെന്റ് ആണ്. അത് എൻഡിൽ പോകുമ്പോൾ അത് 0 ആവുന്നുണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. മൊമെന്റ് 2 എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. ഒരു മൊമെന്റ് വരുന്നില്ല. മൊമെന്റ് 3 കുറച്ച് വരുന്നത്. പക്ഷെ അത് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇവിടെ ഒരു മൊമെന്റും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്റേണലി അവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. അത് നമുക്ക് പ്രോബ്ലം ഇല്ല. ഡയഗ്രം ഇങ്ങനെ വരും. പക്ഷെ ഓരോയിടത്തും നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഇത് മൊമെന്റ് മറ്റു മെമ്പറിലേക്ക് മൊമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വറീഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആക്സിയൽ ഫോഴ്സിലാണ്. അതാണ് ഇത് നമുക്ക് വേണ്ടത്. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള ആക്സിയൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. മൊമെന്റ് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ആക്സിയൽ ഫോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ദിസ് ഈസ് ആക്സിയൽ ഫോഴ്സ്. ഇത് പ്ലസ് എന്ന് പറയുന്ന മെമ്പേഴ്സ് എല്ലാം മൈനസ് ആണ്. അതായത് കംപ്രഷൻ ആണ്. ഇതെല്ലാം കംപ്രഷൻ മെമ്പർ. പ്ലസ് സൈൻ വരുന്നതെല്ലാം കംപ്രഷൻ മെമ്പേഴ്സും മൈനസ് സൈൻ വരുന്നതെല്ലാം ടെൻഷൻ മെമ്പേഴ്സുമാണ്. പ്ലസ് വാല്യൂസ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ മെമ്പർ കുറച്ച് കൂടുതൽ വാല്യൂ വരുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഹയർ വാല്യൂ എടുക്കുക, ചെയ്യാൻ. അത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു ഏകദേശ രൂപം കിട്ടും. ആ ലോഡ് കേസ് നമ്മുടെ റെഡ് ലോഡ് കേസ് ആണ്. വിൻ ലോഡും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിൻ ലോഡൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന
ടോർഷൻ നമുക്ക് ഇത് വരുന്നുണ്ട്. നമുക്ക് ആക്സിയൽ ഫോഴ്സ് -46 പോയിന്റ് ഒരു വാല്യൂ ആണ് നമുക്കിവിടെ വരുന്നത്. അത് ഈക്വലായിട്ട് ഒറ്റ വാല്യൂ, ഒരു മെമ്പർ ഒറ്റ വാല്യൂ ആയിട്ട് നിൽക്കുന്നത്. കാരണം അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു മെമ്പർ വരെ 2 മുതൽ മറ്റേ 2 വരെ ഒരു രീതിയിലാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹയർ വാല്യൂ ഇടുന്നത്. ഇവിടെ 51 ആണ് ഇവിടുത്തെ ഹയർ വാല്യൂ വരുന്നത്. സോ 52.37 ആണ് ഹയസ്റ്റ് വാല്യൂ. അപ്പൊ ആ വാല്യൂ വെച്ച് വേണം ഈ മെമ്പറിന് നമ്മൾ ഇതിന്റെ ഡിസൈൻ, ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്പറാണ് ഡിസൈൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം സ്റ്റീൽ മെമ്പേഴ്സിനെ സംബന്ധിച്ചോളം ടെൻഷൻ എന്ന് പറയുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ കംപ്രഷൻ മെമ്പർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ബക്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റീൽ നമ്മൾ കംപ്രഷനിൽ വരുമ്പോഴത്തേക്ക് അത് റിസ്ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വളഞ്ഞു പോകും, ബക്കിൾ ചെയ്യുമ്പോൾ. അപ്പൊ ലോഡ് ഫെയിൽ ആവും. അപ്പൊ ഈ ഒരു മെമ്പർ ഡിസൈൻ ചെയ്യാൻ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇത് 44 നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ഇവിടെ -10 കംപ്രഷൻ 45 ഡിസൈൻ ചെയ്യുന്നു, ഇവിടെ 44 തന്നെ ഡിസൈൻ ചെയ്യുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 51 ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ കൂടി 51, ഇവിടെ 52, ഇവിടെ എത്തുമ്പോൾ 52 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 52 പോയിന്റ് ആണ് ഡിസൈൻ. ഈ ഒരു റാഫ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഡിസൈൻ ഫോർ -10 കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 52 kilonewtons. അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള ഇവിടുത്തെ നമുക്ക് നോക്കാം. ഈ ലോഡ് പാറ്റേൺ എടുക്കുമ്പോൾ ഇവിടുത്തെ 37 ആണ് ടെൻഷൻ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ നമ്പർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യും. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. 31 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ചാനൽ, സിവിൽ ടാലൻസിന്റെ ചാനൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ഓറിയന്റഡ്, പ്യൂർലി എഡ്യൂക്കേഷൻ തിയറി അല്ല പഠിപ്പിക്കുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതും സാധാരണ ഫ്രഷ് എഞ്ചിനീയേഴ്സ്, വലിയൊരു കമ്പനികളിൽ വരുന്ന വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്. നമുക്കത് ഹൈ എൻഡിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ കപ്പാസിറ്റി. ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. വലിയ വലിയ പ്രോജക്ട് ഒരാൾക്കായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു സ്റ്റീൽ ബിൽഡിംഗ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചെറിയ സ്റ്റീൽ ബിൽഡിങ്ങിന്റെ, ഒരു വലിയ സ്റ്റീൽ ബിൽഡിംഗ് ഡിസൈൻ ആരും തരില്ല. അതൊരു വലിയൊരു കോർപ്പറേറ്റ് ഡിസൈൻ കമ്പനിയെ ഏൽപ്പിക്കത്തുള്ളൂ. പക്ഷെ അത് നിങ്ങൾ ചെറിയൊരു സാധനം നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് വലിയൊരു ഡിസൈനിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ അതുപോലെ ഇതിന്റെ കുറച്ച് തിയറിയും മനസ്സിലായി കാണും, ഡിസൈൻ പാരാമീറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.